പിന്നെ ഞങ്ങളിന്നേ കോഴിക്കോട് ലുലുവിലൊന്ന് പോയേ. എസ്കലേറ്ററിൻ്റെ മുന്നിലെത്താനാണെന്ന് തോന്നുന്നു അച്ഛനും മോനും കണ്ടക്ടറും കാശിയും കൂടി മുന്നിൽ തന്നെ ഓടുന്നുണ്ട്. അത് കഴിഞ്ഞ് ഓരോ ക്രിക്കറ്റ് ബോൾ നോക്കുന്നുണ്ട് കേട്ടോ. പണ്ടത്തെ മുത്തയ്യ മുരളീധരനായിരുന്നു ഞാൻ, ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ വരെ ഞാനായിരുന്നു. അതൊക്കെ ഒരു കാലം എന്നുള്ള ഇറക്കിക്കൊണ്ടാണ് കണ്ണേട്ടൻ ഓരോ അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതവിടെ ബാറ്റ് എടുത്തൊക്കെ കളിക്കുന്നുണ്ട്. ഇങ്ങനെയായിരുന്നു ഞാനിങ്ങനെ സിക്സ് അടിച്ചാൽ 500 കിലോമീറ്റർ ബൗണ്ടറി വരെ കടന്ന് 500 കിലോമീറ്റർ കടന്ന് പോകും, ഞാൻ ഭയങ്കര ഫുട്ബോളറായിരുന്നു, അതിൻ്റെ ഫോട്ടോ ഇപ്പോഴും ഷോക്കേസിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കുറേ തള്ളലുകൾ. അവസാനം ഞങ്ങൾ ഡ്രസ്സൊക്കെ പോയി നോക്കി. ഡ്രസ്സ് ഒരു 50% ഓഫർ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് പോയത്. പക്ഷേ 6000-ൻ്റെ ഷർട്ട് 3000-നാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ 50% ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഇനി എന്നെ ആരും വീഡിയോ ഒന്നും എടുത്തു തരാനില്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ എന്നെ സ്വയം എടുക്കുന്നതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണേട്ടൻ പറഞ്ഞു, നീ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇന്ന് ഫോട്ടോ എടുക്കുക. ഞാൻ ഉള്ളതുകൊണ്ട് പറയുന്നത് ഫോട്ടോ അല്ല മനുഷ്യ, വീഡിയോ ആണെന്ന്. അവസാനം എന്നെ മൊത്തത്തിലൊന്ന് കാണാൻ ഞാൻ അവിടെ വാഷ്റൂമിൽ പോയി. നല്ല ക്ലിയറുള്ള കണ്ണാടി, നല്ല ക്ലിയറുള്ള വെളിച്ചം, എല്ലാം എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി. കാശി തിരക്കിട്ട് കൈ കഴുകുന്നത് കണ്ടാൽ നിങ്ങൾ വിചാരിക്കും എന്തിനാണെന്ന്. അവിടെ കൈ ഉണക്കുന്ന മെഷീൻ ഉണ്ട്, അതിനെന്താ മലയാളത്തിൽ ഇംഗ്ലീഷ് പറയാൻ എനിക്കറിയില്ല. അങ്ങോട്ടാണ് അച്ഛനും മോനോട് ഓടുന്നത്. അവർ കൈയൊക്കെ കഴുകി ഉണക്കിയൊക്കെ വരുന്നത്. ഞാൻ പിന്നെയും എന്നെ തന്നെ നല്ല വെളിച്ചത്തിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ ഒരു ഐസ്ക്രീം കഴിക്കാൻ പോയി. എനിക്ക് ഏറ്റവും ഇവിടെ വന്ന ഇഷ്ടമുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഐസ്ക്രീമാണ്. കാശി എന്താ നോക്കുന്നത് വെച്ചാൽ ഒരു ഡബിൾ ഷെയ്ഡാണ് കിട്ടിയത്, ചോക്ലേറ്റ് വാനില മിക്സ്. പക്ഷേ എനിക്ക് വാനില മാത്രമായിരുന്നു ഇഷ്ടം. അത് വേണ്ട എന്നുള്ള ഭാവത്തിലാണ്, പക്ഷെ എനിക്ക് എൻ്റെ ഇഷ്ടമായി കേട്ടോ. ഞാനതെങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാശി പക്ഷേ എന്താ ചെയ്യുന്നത്, കണ്ണേട്ടന് കൊടുക്കുകയാണ്. മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായില്ല, അതുകൊണ്ടാണ് കണ്ണേട്ടൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിക്കുന്നത് കണ്ടാൽ ആസ്വദിച്ച് കഴിക്കുക. എന്നാൽ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ആൾക്ക് തീരെ അങ്ങോട്ട് പിടിച്ചില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എന്നെ തന്നെ സെൽഫി വീഡിയോ എടുത്തു. ഇപ്പോൾ ആൾ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആൾ പെട്ടെന്ന് ഐസ്ക്രീം കഴിച്ചിരിക്കുന്ന ആളുടെ ഐസ്ക്രീം പെട്ടെന്ന് തീരാത്ത കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി കാശി? അന്നേരം പറയുന്നുണ്ട്, അമ്മേ ഇതെനിക്ക് വേണ്ടായിരുന്നു, വേറെ എന്തെങ്കിലും വന്നാൽ ടേസ്റ്റ് ഇല്ല അമ്മേ എന്നാണ് ഈ പറയുന്നത്. എന്തോ ഒരു ടേസ്റ്റാണ് അമ്മയെന്നൊക്കെയാണ് പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്ത് പിന്നെയും താഴോട്ട് ഇറങ്ങി. കണ്ണേട്ടൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, നീ എന്തെന്നാണ് ഇങ്ങനെ നിന്നെ തന്നെ എടുക്കുന്നതാണ് കണ്ണേട്ടൻ്റെ ഭാവം. ഞങ്ങൾ അടുത്തത് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. എന്തിനാണ് ഹൈപ്പർ മാർക്കറ്റിൽ തിരക്കിട്ട് ഇങ്ങനെ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്പ്രേ കളക്ഷൻസ് ഉണ്ടാവും. അവിടെ സ്പ്രേ പെർഫ്യൂംസിൻ്റെ കളക്ഷൻസ് നല്ല ടെസ്റ്റേഴ്സ് ഉണ്ടാവും. ഞങ്ങൾ അവിടെ ടെസ്റ്റിങ് ഞങ്ങൾ ടെസ്റ്റിങ് ചെയ്തിട്ട് പുറത്തിറങ്ങുമ്പോൾ എല്ലാം കൂടി ബ്രാൻഡി അടിച്ച സ്മെല്ല് എല്ലാത്തിൻ്റെ 3 എണ്ണത്തിൻ്റെ മേത്ത് വരും. ഞങ്ങളിത് സ്പ്രേ കളക്ഷൻസിലെത്തി. അവിടെ ടെസ്റ്ററുകളൊക്കെ മാറി മാറി അടിച്ച് നോക്കലാണ് ഞങ്ങളുടെ മെയിൻ ഹോബി. അതിലേതെങ്കിലും ഒന്ന് ഞങ്ങൾ വാങ്ങുകയും ചെയ്യും, കാരണം കണ്ടിട്ട് ഏറ്റവും ഇഷ്ടം സ്പ്രേ ആണ്. അപ്പോൾ ഇന്നത്തേക്ക് ബൈ ബൈ.